നിങ്ങളുടെ ചോദ്യം സ്വാഭാവികമാണ്. ഈ സ്റ്റേജിൽ പെട്ടെന്ന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. അത് വേറൊന്നുകൊണ്ടുമല്ല, 2 ആഴ്ച കൂടി ഇന്നാണ് ഞാൻ ഇവിടെ വരുന്നത്. പാർട്ടി ഓഫീസിൽ 2 ആഴ്ച ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു. അപ്പോൾ കേരളത്തിന്റെ പുറത്തുനിന്ന് കാര്യങ്ങളെ കേട്ടും കണ്ടും മനസ്സിലാക്കിയ ഒരാൾ ഇത്രയും ഗൗരവമേറിയ കാര്യങ്ങളിൽ ഒരു ചർച്ച കൂടാതെ അഭിപ്രായം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഴക്കമല്ല. എന്റെ പാർട്ടി സഖാക്കളുമായി, പാർട്ടി കമ്മിറ്റിയുമായി ചർച്ച ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു ഗൗരവമായ പ്രതികരണം സാധ്യമാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും. കുറച്ച് സമയം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമയം തരണം. ഈ ഒരു ഗൗരവപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങളെപ്പറ്റി പഠിക്കാനും ചർച്ച ചെയ്യാനും തീരുമാനിക്കാനും ഉള്ള സാവകാശം പാർട്ടിക്ക് വേണം. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രാഥമികമായ ഒരു പ്രതികരണമാണെങ്കിൽ ഞാൻ പറയാം. ആ പ്രതികരണം ഈ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ പലതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഇടതുപക്ഷ ആശയത്തിന്റെയും അത് നയിക്കുന്ന ഭരണത്തിന്റെയും വർത്തമാനത്തിന്റെയും ഭാവിയുടെയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ ഗൗരവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നുമുണ്ട്. ഒന്ന് പാർട്ടിക്ക് ഉറപ്പാണ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടതുപക്ഷ പരിഹാരമല്ലാതെ വേറൊരു പരിഹാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നില്ല. ഇടതുപക്ഷവും അതിന്റെ മൂല്യങ്ങളും അതിന്റെ രാഷ്ട്രീയവും അതിന്റെ ആശയങ്ങളും ശരിയാണ് എന്ന് ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടമാണ്. ആ മൂല്യങ്ങളെ മറന്നുകൊണ്ട് ഉള്ള പരിഹാരത്തിന് വേണ്ടി ആരും ശ്രമിക്കരുത്. ഇടതുപക്ഷ മൂല്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ മൂല്യങ്ങളുടെ കാവൽക്കാരനാണ് ശ്രീ അൻവർ എന്ന് വിചാരിക്കാൻ CPIക്കാവില്ല. ഇടതുപക്ഷ മൂല്യങ്ങളുടെ കാവൽക്കാരനെ പോലെ അൻവർ ഭാവിച്ചാലോ അൻവറിനെ ആരെങ്കിലും ഉയർത്തിക്കാണിച്ചാലോ എത്രമാത്രം ശരിയാകുമെന്ന് സംശയമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. രാഷ്ട്രീയത്തിലേക്കുള്ള അൻവറിന്റെ വരവ് CPIക്ക് മറക്കാൻ പറ്റില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശരികളെ ചോദ്യം ചെയ്തുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുമാണ് ശ്രീ അൻവർ 2011 ഏറനാട്ടിൽ മത്സരിച്ചത്. LDFന്റെ അന്നത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച അഷ്റഫ് കാളിയത്തിനെ പരാജയപ്പെടുത്താനായി മത്സരിച്ച ആളാണ് ശ്രീ അൻവർ. അന്ന് ഞങ്ങളുടെ പാർട്ടിയെ നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറക്കാനാകാത്ത നേതാവ് സഖാവ് ചന്ദ്രപ്പൻ പറഞ്ഞു, എന്തെല്ലാം സമ്മർദ്ദം വന്നാലും എന്തെല്ലാം പ്രലോഭനം വന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ മുറുകെ പിടിച്ചേ പറ്റൂ. പ്രതിബന്ധങ്ങൾ എത്ര വലുതായാൽ പോലും ശരി, ഇതിന്റെ എല്ലാം മുമ്പിൽ പതറാതെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെയും ആ രാഷ്ട്രീയത്തിന്റെയും ശരിക്ക് വീട് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ മത്സരിച്ചത്. LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അഷ്റഫ് കാളിയത്ത്. അഷ്റഫ് പരാജയപ്പെട്ടു, ദയനീയമായി പരാജയപ്പെട്ടു. കെട്ടിവച്ച കാശ് കിട്ടിയില്ല. വലിയ വോട്ട് കിട്ടി ഞങ്ങളെക്കാളും അന്ന് ഈ അൻവറിന്. അതും മറക്കുന്നില്ല. പക്ഷെ ആ പോരാട്ടം ശരിക്ക് വേണ്ടിയായിരുന്നു. ആ പോരാട്ടം നീതിക്ക് വേണ്ടിയായിരുന്നു. ആ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ചന്ദ്രപ്പനെ ഞങ്ങൾ ഓർക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ എല്ലാം ഓർമ്മകളെ കൂടി സ്പർശിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് ഈ പുതിയ രാഷ്ട്രീയ വിവാദങ്ങളിലെല്ലാം മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന, ഏതെങ്കിലും മൂല്യങ്ങൾ പോരാ, ഇടതുപക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും LDFിലും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. വരകൾ മിക്കവാറും വരയ്ക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് LDF, മറുഭാഗത്ത് LDF വിരുദ്ധർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFന്റെ ഭാഗത്തായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് LDF വിരുദ്ധ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല. LDF ഭാഗത്ത് അചഞ്ചലം നിന്നുകൊണ്ടതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും, LDFന്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കും സമരങ്ങൾക്കും
ശക്തി വർദ്ധിപ്പിക്കേണ്ട ഘട്ടമാണത്. അതാണ് ലെഫ്റ്റിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ജനങ്ങളെയും ഇടതുപക്ഷ ബന്ധുക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നു. അവർക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും. പക്ഷെ ചില വിഷയങ്ങളിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊപ്പം സിപിഐയുടെ നിലപാടുണ്ട്. കാരണം ഈ പറഞ്ഞ ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് അടക്കമുള്ള കാര്യങ്ങളിൽ അതിലൊന്നും സംശയാർക്കും വേണ്ട. ആ സ്ഥാനത്ത് ADGP അറക്കാലം ഉണ്ടാകാൻ പോകുന്നില്ല. സംശയം അൻവറിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ADGP സംശയം ആർക്കും വേണ്ട. ADGPയെ പോലത്തെ ആൾക്ക് ഏറെക്കാലം ഇന്നത്തെ ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാറിനെ ഏറെക്കാലം ഉണ്ടാകില്ല. ഉറപ്പിക്കാം. അതിലൊന്നും സംശയമില്ല. RSSനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്ന, അവരുമായിട്ട് എന്ത് ചങ്ങാത്തമായിക്കോട്ടെ ആ ചങ്ങാത്തം കൊള്ളാൻ പോകുന്ന ആൾക്ക് കേരളത്തിലെ LDF ഭരിക്കുന്ന കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് പോകാൻ അവകാശമില്ല, പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏറെക്കാലം ആ സ്ഥാനത്ത് ADGP ഉണ്ടാകാൻ വഴിയില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, സംശയമൊന്നും ആർക്ക് വേണ്ട. CPI പറയുന്ന, LDF എല്ലാവരും പറയുന്ന ആ നിലപാടുകളൊക്കെ അംഗീകരിക്കപ്പെടും. RSSുമായിട്ട് ചങ്ങാത്തം കൊള്ള പോകുന്ന ഉദ്യോഗസ്ഥർ ഏറെക്കാലം കേരളത്തിലെ LDF ഭരിക്കുന്ന കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അവകാശമില്ല, അർഹതയില്ല, ഉണ്ടാകാൻ പോകുന്നില്ല.